അസ്സലാമു അന്ത്യസമയത്തിൽ വിശ്വസിക്കാത്തവർ അതിൻ്റെ കാര്യത്തിൽ ധൃതി കൂട്ടിക്കൊണ്ടിരിക്കുന്നു. വിശ്വസിച്ചവരാകട്ടെ അതിനെപ്പറ്റി ഭയവിഹ്വലരാകുന്നു. അവർക്കറിയാം അത് സത്യമാണെന്ന്. തീർച്ചയായും അന്ത്യസമയത്തിൻ്റെ കാര്യത്തിൽ തർക്കം നടത്തുന്നവർ വിദൂരമായ പിഴവിൽ തന്നെയാകുന്നു. ഈ ഖുർആൻ വചനം ഉദ്ധരിച്ചുകൊണ്ട് ഏവരെയും സ്വാഗതം ചെയ്യുന്നു ലൈബ വെഡിങ് സെൻറ്റർ റംസാൻ ടെലിഗസിലേക്ക്. നമ്മുടെ ഫസ്റ്റ് കോളർ ആരാണെന്ന് നോക്കാം. ഹലോ ഹലോ, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. ലൈബ വെഡിങ് സെന്റർ റംസാൻ ടെലിഗസിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? ഫാഹിസ. ഫാഹിസ. ആ, ഫാഹിസത്തെ എവിടുന്നാ വിളിക്കുന്നേ? കരുവാരകുണ്ട്. കരുവാരകുണ്ട്. ഇത് മുന്നേ വിളിച്ചിട്ടുണ്ടോ? ഇല്ല, ആദ്യമായിട്ടാണ്. ആദ്യമായിട്ടാണ്. നമ്മുടെ പരിപാടിയൊക്കെ കാണാറുണ്ടോ? ആ, കാണാറുണ്ട്. ആണോ? സ്ഥിരമായിട്ട് കാണാറുണ്ട്? ആ, സ്ഥിരമായിട്ട് കാണാറുണ്ട്. എങ്ങനെ, ടി വിയിലാണോ അതോ യൂട്യൂബിലോ? അല്ല, യൂട്യൂബിലാണ് കാണാറ്. യൂട്യൂബിൽ കാണാറുണ്ട്. ആ, എന്താ നമ്മുടെ പരിപാടിയെ കുറിച്ചൊക്കെ അഭിപ്രായം? നല്ല അഭിപ്രായമാണ്. നല്ല ഉഷാറ് പരിപാടിയാണ്. അങ്ങനെ. ആ, ഇത്താ, ഇപ്പൊ നോമ്പ് അവസാനൊക്കെ ആവാറായി. അവസാനത്തെ 10ആണിത്. എങ്ങനെയുണ്ട് നോമ്പൊക്കെ? എങ്ങനെ പോകുന്നു? ചൂടൊക്കെ അല്ലേ? ചൂടാണ്. വൈകുന്നേരം ആകുമ്പോൾ നല്ല ക്ഷീണം വരും. രാവിലെ കുഴപ്പമില്ല, ഉഷാറാണ്. കുഴപ്പമില്ല, അൽഹംദുലില്ലാ, നല്ല രീതിയിൽ പോകുന്നുണ്ട്. ആ, പോകുന്നുണ്ട്. ഇത്ത, ഞാൻ ആദ്യത്തെ ചോദ്യം ചോദിച്ചോട്ടെ? ആ, ചോദിച്ചോളൂ. ചോദ്യം ഇതാണ്: ഉമ്മുൽ ഖുർആൻ എന്നറിയപ്പെടുന്ന സൂറത്ത് ഏതാണ്? ഓപ്ഷൻസ് ഉണ്ടോ? വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇതിന് ഓപ്ഷൻസ് തരാൻ പാടില്ല. എങ്കിലും ഓപ്ഷൻസ് ഞാൻ പറയാം. ഏതാണ്? ഫാത്തിഹ. ഫാത്തിഹ. ഉത്തരം ശരിയാണ്. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. അടുത്ത റൗണ്ടിലേക്ക് പോവാം. ആ, പോവാം. അടുത്ത റൗണ്ട് ചോയ്സ് റൗണ്ട് ആണ്. 3 ചോയ്സുകളാണുള്ളത്. ഇസ്ലാമിക ചരിത്രം, നബി ചരിത്രം, ഖുർആൻ. ഇതിലേതാ തെരഞ്ഞെടുക്കുന്നത്? നബി ചരിത്രം. എത്രാം നോമ്പിനാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന് ഏടുകൾ അവതീർണമായത്? ഓപ്ഷൻസ് ഉണ്ടോ? ഓപ്ഷൻസ് ഉണ്ട്. 11, 10, 13. ഹലോ. ആ, ഹലോ. പെട്ടെന്ന് ഉത്തരം പറയണേ. ആ, പറയാം. 11. 11. ഉത്തരം ശരിയാണ്. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. ലൈബ വെഡിങ് സെന്റർ സ്പോൺസർ ചെയ്തിട്ടുള്ള ഒരു ഗിഫ്റ്റ് വൗച്ചർ സമ്മാനമായിട്ട് ലഭിച്ചിട്ടുണ്ട്. ആ, ഓക്കേ. അടുത്ത റൗണ്ടിലേക്ക് പോയാലോ? ആ, പോവാം. ആരെത്താ ഉത്തരം പറഞ്ഞു തരാൻ? അടുത്ത ആരെങ്കിലും ഉണ്ടോ? ആ, താത്ത ഉണ്ടായിരുന്നു. താത്തണ്ട്. താത്താന്റെ പേരെന്താ? സമീറ. സമീറ. സമീറത്ത് എന്താ വർക്ക് ചെയ്യാണോ? എന്താ ചെയ്യുന്നേ? ഹൗസ് വൈഫാണ്. ഹൗസ് വൈഫാണ്. എന്നാ ഞാൻ അടുത്ത റൗണ്ടിലേക്ക് പോവാണേ. ആ, ഓക്കെ. ഇത് നമ്മുടെ ദാനമാകുന്നു. ആകയാൽ നീ ഔദാര്യം ചെയ്യുകയോ കൈവശം വെച്ചു കൊള്ളുകയോ ചെയ്യുക. കണക്കു ചോദിക്കൽ ഉണ്ടാവില്ല. ഏത് പ്രവാചകനോടാണ് അള്ളാഹു ഇങ്ങനെ പറഞ്ഞത്? വ്യക്തമാക്കുന്ന സൂറത്തേത്? എത്രാം ആയത്തേത്? 3 ഉത്തരങ്ങളാണ് ഇതിന് തരേണ്ടത്. ആരോടാണ് അള്ളാഹു ഇങ്ങനെ പറഞ്ഞതെന്നും എത്രാം സൂറത്താണ്, എത്രാം ആയത്ത്, ഏത് സൂറത്ത്, എത്രാം ആയത്ത്. ചോദ്യം ഒന്നുകൂടി. ഇത് നമ്മുടെ ദാനമാകുന്നു. ആകയാൽ നീ ഔദാര്യം ചെയ്യുകയോ കൈവശം വെച്ചു കൊള്ളുകയോ ചെയ്യുക. കണക്ക് ചോദിക്കൽ ഉണ്ടാവില്ല. ഏത് പ്രവാചകനോടാണ് അള്ളാഹു ഇങ്ങനെ പറഞ്ഞത്? വ്യക്തമാക്കുന്ന സൂറത്തേത്? എത്രാം ആയത്ത്? അറിയില്ല. അറിയില്ല. ഇത്താ, ഇതിന്റെ ഉത്തരം സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിനോടാണ് അള്ളാഹു പറഞ്ഞത്. സൂറത്ത് സ്വാദാണ്. ആയത്ത് 39. ആയിക്കോട്ടെ. ഇത്ത, ഇനിയും വിളിക്കാം. എന്തായാലും ഒരു സമ്മാനം അടിച്ചു. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. ഹലോ. അസ്സലാമു അലൈക്കും. ലൈബ വെഡിങ് സെന്റർ റംസാൻ ടെലിഗസിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്?
ആരാണ്? അസ്ബി. അസ്ബി. ആ. അസ്ബിക്കുട്ടി എവിടുന്നാ വിളിക്കുന്നേ? പോത്തുകല്ല്. അസ്ബി എന്നല്ലേ പേര് പറഞ്ഞേ? പേരൊന്നുകൂടി പറയോ? ശരിക്കും കേൾക്കുന്നില്ല. അസ്ബിൻ അല്ലേ? ആ, അസ്ബിൻ പോത്തുകല്ലെന്നാ വിളിക്കുന്നല്ലേ? പോത്തുകല്ല്. എത്രാം ക്ലാസ്സിലാ പഠിക്കുന്നേ? 2ാം ക്ലാസ്സിലാണ്. മോളെ ഒറ്റക്കാണോ വിളിക്കുന്നേ? ഉമ്മയോ ആരെങ്കിലും അടുത്തുണ്ടോ? ഉമ്മയോ താത്തമാരോ? താത്തണ്ട്. എന്താ താത്താന്റെ പേര്? അന്ന. എന്താണ്? അന്ന. അന്ന താത്ത എന്താ എത്രാം ക്ലാസ്സിലാ പഠിക്കുന്നത്? താത്ത എത്രയിലാ പഠിക്കണേ? 8ാം ക്ലാസ്സിലാണ്. മോളെ എത്ര നോമ്പൊക്കെ എടുത്തു? 5 നോമ്പെടുത്തു. നല്ല കുട്ടിയാണല്ലോ. മാഷാ അല്ലാ. എന്നാ ഞാനേ ആദ്യത്തെ ചോദ്യം ചോദിക്കട്ടെ? താത്താനോടൊക്കെ ചോദിച്ചിട്ട് നല്ല ആക്കും പോലെ ഉത്തരം പറയാം. ആലോചിച്ചിട്ട് ഉത്തരം പറയാട്ടോ. ചോദിക്കാണേ. മക്ക വിജയം നടന്ന ഹിജ്റ വർഷം ഏത്? ഓപ്ഷൻസ് 7, 8, 9. 9 എന്നുള്ള ഉത്തരം തെറ്റിപ്പോയി മോളെ. ഹിജ്റ 8 എന്നാണ് ശരിയായ ഉത്തരം. സാരല്ല, ഇനിയും വിളിക്കണം കേട്ടോ. അസ്സലാമു അലൈക്കും. എനിക്ക് ചെയ്യാനായിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താന്ന് ചോദിച്ചാല് എനിക്ക് ഒരേ ഒരു ഉത്തരവേ ഉള്ളൂ. ഇഷ്ടംപോലെ ഡ്രസ്സ് പർച്ചേസ് ചെയ്യാം. അതെ, നിങ്ങളെ പോലെ തന്നെ കഴിഞ്ഞ 5 വർഷക്കാലമായിട്ട് എന്റെ ഡ്രസ് പർച്ചേസിംഗിന് ഒരേ ഒരു ചോയ്സേ ഉള്ളൂ. നമ്മുടെ സ്വന്തം ലൈബ വെഡിങ് സെന്റർ. ലൈബ വെഡിങ് സെന്റർ, പൂക്കോട്ടുംപാടം, വണ്ടൂർ, കരുവാരുകുണ്ട്. നിങ്ങളുടെ കനക സ്വപ്നങ്ങൾക്ക് നിറച്ചാർത്ത് പകരാൻ ലോകോത്തര നിലവാരമുള്ള നൂതന ഡിസൈനിലും ക്വാളിറ്റിയിലുമുള്ള ആഭരണങ്ങളുമായി മെഹ്റാൻ ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഷോറൂം ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ പാർട്ടികൾക്ക് മാത്രമായി ആഭരണങ്ങളുടെ ലേറ്റസ്റ്റ് കളക്ഷനുകൾ, ബഡ്ജറ്റിലൊതുങ്ങിയ നെക്ലസുകളുടെ കമനീയ ശേഖരം, പാരമ്പര്യ തനിമയാർന്ന ആന്റിക് ആഭരണങ്ങൾ, പുത്തൻ ട്രെൻഡുകളുമായി ലൈറ്റ് വെയ്റ്റ് ഡയമണ്ട് കളക്ഷൻ, സ്വർണത്തിന്റെ പരിശുദ്ധി അളക്കാൻ അതിനൂതന ടെക്നോളജി, ജർമ്മൻ നിർമ്മിത കാരറ്റ് അനലൈസർ, വെള്ളി ആഭരണങ്ങളുടെ കമനീയ കളക്ഷൻ, കുറഞ്ഞ പണിക്കൂലിയുമായി നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹിച്ചതെല്ലാം ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു. എല്ലാ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കൂ. കാളികാവിലെ ഏറ്റവും വലിയ ഷോറൂമായ മെഹ്റാൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനൊപ്പം. മെഹ്റാൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഫാത്തിമ ബസാർ, കരുവാരുകുണ്ട് റോഡ്, കാളികാവ്. ഹലോ. ഹലോ. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. ലൈബ വെഡിങ് സെന്റർ റംസാൻ ടെലിവിഷനിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? എന്റെ പേര് അഫ്സത്ത്. അഫ്സത്ത്. അഫ്സത്ത് ഇത്ത എവിടുന്നാ വിളിക്കുന്നേ? കരുവാരുകുണ്ട്. കരുവാരുകുണ്ട്. ഇത്ത നമ്മുടെ പരിപാടിയൊക്കെ കാണാറുണ്ടോ? കാണാറുണ്ട്. ഇതിനു മുന്നേ വിളിച്ചിട്ടുണ്ടോ? കഴിഞ്ഞ വർഷമൊക്കെ വിളിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷമല്ല, വേറെ വർഷം പരിപാടി. ആണോ? പ്രൈസ് അടിച്ചൊക്കെ പോയതാ? പ്രൈസ് കിട്ടിയിട്ടുണ്ടോ ഇതിനു മുന്നേ? അതിന്റെ മുന്നേ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ. ഇത്ത എങ്ങനെയുണ്ട് നോമ്പൊക്കെ? ഇപ്പൊ അവസാനത്തെ 10ഒക്കെയാണ്. നോമ്പൊക്കെ നമ്മളോട് വിട പറയാനായി. ഇനി വളരെ കുറച്ച് ദിവസം കൂടി ഉള്ളൂ. ദിവസം കൂടി ഉള്ളൂ. എന്താ നോമ്പിന്റെ ഒക്കെ അവസ്ഥ എങ്ങനെയുണ്ട്? എന്താ നോമ്പൊക്കെ വിട പറയുന്നോണ്ട് സങ്കടാണോ? ആണല്ലേ? ഖുർആനൊക്കെ ഓതി ഇരിക്കുക. ലൈലത്തുൽ ഖദറിന്റെ രാത്രികളൊക്കെ ആണ് ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ നമുക്ക് എപ്പോഴും പ്രതീക്ഷിക്കാം. അതെ. അപ്പൊ ഇത്ത ഞാൻ ആദ്യത്തെ ചോദ്യം ചോദിച്ചോട്ടെ? ചോദ്യം ഇതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എത്രാമത്തെ വയസ്സിലാണ് മാതാവ് മരണപ്പെട്ടത്? അതെ, മാതാവ് മരണപ്പെട്ടത്.
ഓപ്ഷന് ഉണ്ടോ? ഓപ്ഷൻസ് 5, 6, 7. 6 ശരിയായ ഉത്തരാണ്. കൺഗ്രാറ്റുലേഷൻസ്. അടുത്ത റൗണ്ടിലേക്ക് സെലക്ട് ആയിട്ടുണ്ട്. അടുത്ത റൗണ്ട് ചോയ്സ് റൗണ്ടാണ്. 3 ചോയ്സുകളാണ് ഉള്ളത്. ഇസ്ലാമിക് ചരിത്രം, നബി ചരിത്രം, ഖുർആൻ. ഇതിൽ ഏത് റൗണ്ടാ? ഏത് ചോയ്സാ എടുക്കുന്നത്? നബി ചരിത്രം. മൂസാ നബി അലൈഹിസ്സലാം അള്ളാഹുമായി നേരിട്ട് സംസാരിച്ചു എന്ന് വ്യക്തമാക്കുന്ന ഖുർആൻ അധ്യായം എത്രാം ആയത്ത്? മൂസാ നബി അലൈഹിസ്സലാം അള്ളാഹുമായി നേരിട്ട് സംസാരിച്ചു എന്ന് വ്യക്തമാക്കുന്ന ഖുർആൻ അധ്യായം ഏതാണ്? എത്രാം ആയത്ത്? 2 ഉത്തരങ്ങൾ പറയണം. ഓപ്ഷൻസ് ഉണ്ട്. സൂറത്ത് ആലിമ്രാൻ, സൂറത്ത് അൻഫാൽ, ബക്കറ. ഈ 3 ഓപ്ഷൻസ് ആണ് സൂറത്തുകൾ ഉള്ളത്. ഇത് ആദ്യം സൂറത്തുകൾ പറയുകയാണെന്നുണ്ടെങ്കിൽ അടുത്തത് ആയത്തിനുള്ള ഓപ്ഷൻസ് പറയാം. സൂറത്ത് ഏതാന്ന് പറഞ്ഞാൽ മതി. സൂറത്ത് ആലിമ്രാൻ എന്ന ഉത്തരം തെറ്റിപ്പോയിത്താ. സൂറത്തുൽ ബക്കറ എന്നായിരുന്നു ശരിയായ ഉത്തരം. സാരല്ല, 2ാമത്തെ റൗണ്ടിലേക്ക് എത്തിയില്ലേ. ഇനിയും വിളിക്ക, എന്നിട്ട് സമ്മാനമൊക്കെ വാങ്ങിയിട്ട് പോവാ. അസ്സലാമു അലൈക്കും. ഹലോ. അസ്സലാമു അലൈക്കും. ലൈബ വെഡിങ് സെന്റർ റംസാൻ ടെലിവിഷനിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? ഷിംന ജബിൻ. ഷിംന ജബിൻ എവിടുന്നാ വിളിക്കുന്നേ? കരുളായി. ഇതിനു മുന്നേ വിളിച്ചിട്ടുണ്ടോ? വിളിച്ചിട്ടുണ്ടല്ലേ. സമ്മാനം വാങ്ങിയതാ? ഇല്ല, സമ്മാനം കിട്ടിയിട്ടില്ല. ഷിംന ജബിൻ, മോൾ എത്ര നോമ്പൊക്കെ എടുത്തു? 5 എടുത്തു. ഷിംന മോളെ എത്രാം ക്ലാസ്സിലാ പഠിക്കുന്നേ? 2ാം ക്ലാസ്സിലാണ്. ആരൊക്കെ ഉള്ളേ വീട്ടിൽ? ആരൊക്കെ ഉള്ളേ? വീട്ടില് ഇമ്മ, ഉപ്പ, താത്ത, അനിയൻ, അത്രേ ഉള്ളൂ. കാക്ക, അനിയൻ. ഇവരൊക്കെ എന്താ? അനിയൻ കുട്ടൻ കുഞ്ഞു കുട്ടിയാവൂലേ? കാക്ക എന്താ ചെയ്യുന്നേ? താത്ത പഠിക്കാണ്. ഉപ്പച്ചി ഉമ്മച്ചിയൊക്കെ അടുത്തുണ്ടോ ഉത്തരൊക്കെ പറഞ്ഞുതരാൻ? ഇല്ല, ഒറ്റക്കാണ്. കാക്കണ്ട്. എന്താ കാക്കാന്റെ പേര്? അൻഷിഫ്. അപ്പൊ മോളെ ഞാൻ ആദ്യത്തെ ചോദ്യം ചോദിച്ചോട്ടെ? സുഖമുള്ള ചോദ്യാണേ. ചോദ്യം ഇതാണ്. തബൂക്ക് യുദ്ധത്തിൽ സൈന്യത്തിന്റെ നേതൃത്വം ഏറ്റെടുത്തത് ആര്? തബൂക്ക്. തബൂക്ക്. ഓപ്ഷൻസ് അലി റളിയല്ലാഹു അൻഹു, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. ചോദ്യാണോ? ഓപ്ഷൻസ് അലി റളിയല്ലാഹു അൻഹു, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. 2 ഓപ്ഷൻ. ഓപ്ഷൻസ് അലി റളിയല്ലാഹു അൻഹു, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. ചോദ്യോ? തബൂക്ക് യുദ്ധം മോളെ. തബൂക്ക്. അതെ, തബൂക്ക് യുദ്ധത്തിൽ സൈന്യത്തിന് നേതൃത്വം ഏറ്റെടുത്തത് ആര്? അലി റളിയല്ലാഹു അൻഹു എന്നല്ലേ പറഞ്ഞേ? അലി റളിയല്ലാഹു അൻഹു തെറ്റിപ്പോയി മോളെ.
മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നാണ് ശരിയായ ഉത്തരം. സാരല്ലേ, ഇനിയും വിളിക്കണം കേട്ടോ. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. ലൈബ വെഡിങ് സെന്റർ റംസാൻ ടെലിവിസിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? ഇത് റസിയാനത്ത്. എന്താ പറഞ്ഞത്? റസിയാനത്ത്. റഹിയാനത്ത്. റസിയാനത്ത്. റസിയാനത്ത്. ആ. ഇത്ത എവിടുന്നാ വിളിക്കുന്നേ? എന്ത്? എവിടുന്നാ വിളിക്കുന്നേ? സ്ഥലം എവിടെയാ? പുന്നക്കാട്. പുന്നക്കാട്. ഹലോ. ഹലോ, കേക്കുന്നുണ്ട്. ആ, പുന്നക്കാട്. പുന്നക്കാട്. ആ. ഇത്ത എന്തൊക്കെയാ വിശേഷങ്ങള്? എന്താ സുഖം, അൽഹംദുലില്ലാ. അൽഹംദുലില്ലാ. എങ്ങനെയുണ്ട് നോമ്പൊക്കെ? നോമ്പൊക്കെ അങ്ങനെ ഉഷാറായി പോകുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. ഉഷാറാണ്. അവസാനത്തെ 10ഒക്കെയാണ്. ഇപ്പൊ നോമ്പൊക്കെ കഴിയാറായി. നമുക്ക് അടുത്ത വർഷമേ നോമ്പുള്ളൂ. എങ്ങനെയാ, എന്താ നോമ്പൊക്കെ കഴിഞ്ഞതിൽ സങ്കടാണോ? ആ, സങ്കടമുണ്ട്. പിന്നെ ഈ വെയിലൊക്കെ ഇങ്ങനെ ആലോചിക്കുമ്പോ വെയിലൊക്കെ ആലോചിക്കുമ്പോ കുറച്ച് ബുദ്ധിമുട്ടുണ്ടല്ലേ? ആ, ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെ. ഇത്ത വീട്ടിൽ ആരൊക്കെയാ ഉള്ളേ? വീട്ടില് 3 മക്കളും ഹസ്ബൻഡും. 3 മക്കള്. വലിയ കുട്ടികളാണോ? ആ, വലിയവന് +2 കഴിഞ്ഞു. രണ്ടാമത്തെ കുട്ടി പിന്നെ 10ാം ക്ലാസ്സിലാണ്. ആ. പിന്നെ ചെറിയ കുട്ടിയാ? 4ാം ക്ലാസ്സിൽ. 4ാം ക്ലാസ്സില്. ഇത്തങ്ങൾ എന്തെങ്കിലും ചെയ്യണ്ടോ? വർക്ക് ചെയ്യണ്ടോ? ഇല്ല, വർക്ക് ചെയ്യില്ല. ഹൗസ് വൈഫാണ്. അതെ. കല്യാണം കഴിച്ച വീട്ടിലാണോ ഇപ്പൊ? അതെ. അതെ. തുറവിയൊന്നും കിട്ടിയില്ലേ? വീട്ടിലൊന്നും പോയില്ല? തുറവൊക്കെ കഴിഞ്ഞു. കഴിഞ്ഞു. ആ. നമ്മളെ പരിപാടിയൊക്കെ കാണാറുണ്ടോ? ആ, കാണാറുണ്ട്. വിളിച്ചിട്ടുണ്ടോ അതിനു മുന്നേ? ഇതിന്റെ മുമ്പ് പറഞ്ഞാൽ ഒരു 2-3 വർഷം മുമ്പ് ഒരു വട്ടം വിളിച്ചിട്ടുണ്ട്. വിളിച്ചിട്ടുണ്ട്. സമ്മാനം കിട്ടിയതാ? അന്ന് സമ്മാനം കിട്ടിയിട്ടുണ്ട്. ആ, സമ്മാനം കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഞാനിന്നാ ആദ്യത്തെ ചോദ്യം ചോദിച്ചോട്ടെ? ആ, ചോദിച്ചോളൂ. ചോദ്യം ഇതാണ്. ഇസ്ലാം സ്വീകരിക്കുമ്പോൾ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ വയസ്സ് എത്രയായിരുന്നു? ഓപ്ഷൻ ഒന്ന് പറഞ്ഞു. ഓപ്ഷൻ 25, 26, 27. ഉമർ റളിയല്ലാഹു ഇസ്ലാം സ്വീകരിക്കുമ്പോൾ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ വയസ്സ് എത്രയായിരുന്നു? അതെ. പറയട്ടോ. പെട്ടെന്ന് പറയണേ, ഇത് എൻട്രി ക്വസ്റ്റ്യൻ ആണ്. 26 എന്താ പറഞ്ഞേ? 26 26 എന്നാ പറഞ്ഞേ? 26 ശരിയായ ഉത്തരാണ്. കൺഗ്രാറ്റുലേഷൻസ്. അൽഹംദുലില്ലാ. അടുത്ത റൗണ്ടിലേക്ക് പോവാം. അടുത്ത റൗണ്ട് ചോയ്സ് റൗണ്ട് ആണ്. 3 ചോയ്സുകളാണ് ഉള്ളത്. നബി ചരിത്രം, ഇസ്ലാമിക ചരിത്രം, ഖുർആൻ. ഇതിൽ ഏതാ തിരഞ്ഞെടുക്കുന്നത്? നബി ചരിത്രം. മറിയം ബീവി റളിയല്ലാഹു അൻഹയുടെ നാമം ഏറ്റവും കൂടുതൽ ആവർത്തിച്ചു വന്ന സൂറത്ത് ഏതാണ്? അതെ, മറിയം ബീവി റളിയല്ലാഹു അൻഹയുടെ നാമം ഏറ്റവും കൂടുതൽ ആവർത്തിച്ചു വന്ന സൂറത്ത് ഏതാണ്? ഓപ്ഷൻസ്: സൂറത്തുൽ മറിയം, സൂറത്തുൽ ആലിമ്രാൻ, സൂറത്തുൽ അൻആം. ആലിമ്രാനും മറിയവും. ഇതൊന്ന് ഫാസ്റ്റ് ആക്കോ? പെട്ടെന്ന് ഉത്തരം പറയോ? എങ്ങനെ? സൂറത്തുൽ ആലിമ്രാൻ ശരിയായ ഉത്തരാണ്. കൺഗ്രാറ്റുലേഷൻസ്. ലൈബ വെഡിങ് സെന്റർ സ്പോൺസർ ചെയ്തിട്ടുള്ള ഒരു ഗിഫ്റ്റ് വൗച്ചർ സമ്മാനമായിട്ട് ലഭിച്ചിട്ടുണ്ട്. അടുത്ത റൗണ്ടിലേക്ക് പോയാലോ? ഉഹുദിലേക്ക് പുറപ്പെടുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് എത്ര ഭാര്യമാരുണ്ടായിരുന്നു? ആരാണവർ? അതെ, ഉഹുദിലേക്ക് പുറപ്പെടുമ്പോൾ. അറിയില്ല. സാരല്ല, ഉത്തരം ഇതാണ്.
2 ഭാര്യമാരാണ് ഉണ്ടായിരുന്നത്. സൗദ റളിയല്ലാഹു അൻഹ, ആയിഷ റളിയല്ലാഹു അൻഹ. ആ സാരല്ല, ഇനി വിളിക്കാം. എന്തായാലും ഒരു സമ്മാനം അടിച്ചില്ലേ? ഇൻഷാ അല്ലാ ഇനി വിളിക്കാം. അസ്സലാമു അലൈക്കും. ഒന്ന് പറഞ്ഞില്ലേ രണ്ടാളെ? ഹലോ ഹലോ, എന്താണ് രണ്ടാളെ പറഞ്ഞില്ലേ? രണ്ടാളെ പേര് ഞാൻ പറഞ്ഞു. ഞാൻ ഒന്നുകൂടി പറയാം. സൗദ റളിയല്ലാഹു അൻഹ, ആയിഷ റളിയല്ലാഹു അൻഹ. ആ ഓക്കെ. എനിക്ക് ചെയ്യാനായിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താന്ന് ചോദിച്ചാല് എനിക്ക് ഒരേ ഒരു ഉത്തരവേ ഉള്ളൂ. ഇഷ്ടംപോലെ ഡ്രസ്സ് പർച്ചേസ് ചെയ്യാം. അതെ, നിങ്ങളെ പോലെ തന്നെ കഴിഞ്ഞ 5 വർഷക്കാലമായിട്ട് എന്റെ ഡ്രസ് പർച്ചേസിംഗിന് ഒരേ ഒരു ചോയ്സേ ഉള്ളൂ. നമ്മുടെ സ്വന്തം ലൈബ വെഡിങ് സെന്റർ. ലൈബ വെഡ്ഡിംഗ് സെന്റർ, പൂക്കോട്ടുംപാടം, വണ്ടൂർ, കരുവാരുകുണ്ട്. നിങ്ങളുടെ കനക സ്വപ്നങ്ങൾക്ക് നിറച്ചാർത്ത് പകരാൻ ലോകോത്തര നിലവാരമുള്ള നൂതന ഡിസൈനിലും ക്വാളിറ്റിയിലുമുള്ള ആഭരണങ്ങളുമായി മെഹ്റാൻ ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഷോറൂം ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ പാർട്ടികൾക്ക് മാത്രമായി ആഭരണങ്ങളുടെ ലേറ്റസ്റ്റ് കളക്ഷനുകൾ, ബഡ്ജറ്റിലൊതുങ്ങിയ നെക്ലസുകളുടെ കമനീയ ശേഖരം, പാരമ്പര്യ തനിമയാർന്ന ആന്റിക് ആഭരണങ്ങൾ, പുത്തൻ ട്രെൻഡുകളുമായി ലൈറ്റ് വെയ്റ്റ് ഡയമണ്ട് കളക്ഷൻ, സ്വർണത്തിന്റെ പരിശുദ്ധി അളക്കാൻ അതിനൂതന ടെക്നോളജി, ജർമ്മൻ നിർമ്മിത കാരറ്റ് അനലൈസർ, വെള്ളി ആഭരണങ്ങളുടെ കമനീയ കളക്ഷൻ, കുറഞ്ഞ പണിക്കൂലിയുമായി നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹിച്ചതെല്ലാം ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു. എല്ലാ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കൂ. കാളികാവിലെ ഏറ്റവും വലിയ ഷോറൂമായ മെഹ്റാൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനൊപ്പം. മെഹ്റാൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഫാത്തിമ ബസാർ, കരുവാരുകുണ്ട് റോഡ്, കാളികാവ്. ഹലോ ഹലോ അസ്സലാമു അലൈക്കും. വാലൈക്കും സ്ലാം. ലൈബ വെഡിങ് സെന്റർ റംസാൻ ടെലിവിഷനിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? ഞാൻ റഷ. റഷ. റഷ എവിടുന്നാ വിളിക്കുന്നേ? ഞാൻ കരാറുണ്ട്. കരുവാരുകുണ്ട്. റഷ എന്താ ചെയ്യുന്നേ? പഠിക്കുകയാണോ? എത്രാം ക്ലാസ്സിലാ? ഞാൻ 10ാം ക്ലാസ്സിലാണ്. 10ാം ക്ലാസ്സിലാണ്. ഇനി 10ാം ക്ലാസ്സിലേക്കാണോ അതോ ഇപ്പൊ 10ാം ക്ലാസ് ആണോ? ഇപ്പൊ 10ാം ക്ലാസ് പരീക്ഷയ്ക്ക് എഴുതിയിരിക്കുക? ഇപ്പൊ 10ാം ക്ലാസ്സിൽ. ഇപ്പൊ 10ാം ക്ലാസ്സിലാണ്. ഇനി അങ്ങോട്ടാണ് ആ ഞാൻ ചോദിച്ച മനസ്സിലായില്ല? ഇല്ല. അതായത് ഇപ്പൊ വെക്കേഷൻ അല്ലേ, അതായത് 9 കഴിഞ്ഞിട്ടുള്ള വെക്കേഷനിൽ ഇരിക്കാണോ, ഇനി 10ാം ക്ലാസ് കാണോ, അതോ 10ാം ക്ലാസ് പരീക്ഷയ്ക്ക് എഴുതി ഇനി +1 കാണോ, അതാ ചോദിച്ചേ. വെക്കേഷൻ കഴിഞ്ഞിട്ട് ഇനി 10ാം ക്ലാസ്സിൽ. ഇനി 10ാം ക്ലാസ്സിലേക്കാണ്. ആ ട്യൂഷനൊക്കെ പോവുണ്ടോ? എവിടെയാ? ഇവിടെ തന്നെ. പോവാനൊക്കെ തുടങ്ങിയോ? വെക്കേഷൻ ക്ലാസ് ഒക്കെ തുടങ്ങിയോ? ഇപ്പൊ തന്നെ അല്ല, പെരുന്നാൾ ശേഷമാണ്. പെരുന്നാൾ കഴിഞ്ഞുണ്ടാവും. 10ാം ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ട് +1 ഏതാ എടുക്കണേ? സയൻസ് ആണോ? ആ ഏതാ? ഡോക്ടർ ആവാനാ താല്പര്യം? ഡോക്ടറൊക്കെ ആവട്ടെ. വീട്ടിൽ ആരൊക്കെയാ ഉള്ളേ മോളെ? വീട്ടില് ഉമ്മ, എല്ലാരും. ഉമ്മ, അനിയത്തി, വേറെ 2 പേരുള്ളൂ? 2 മക്കളാ? ആ അനിയത്തി എന്താ ചെയ്യുന്നേ? എത്രാം ക്ലാസ്സിലാ? 8ാം ക്ലാസ്സിലാണ്. ആരാ അടുത്തുള്ളേ? ഉത്തരം പറഞ്ഞതിന് ആരെങ്കിലും ഉണ്ടോ? ഉമ്മ ഉണ്ട്. എന്താ ഉമ്മാന്റെ പേര്? ആയിഷ. ആയിഷ. അപ്പൊ മോളെ ഉമ്മാനോട് പറയും. ഞാൻ ആദ്യത്തെ ചോദ്യം ചോദിച്ചോട്ടെ? ചോദ്യം ഇതാണ്. മരണപ്പെടുമ്പോൾ ഖദീജ ബീബി റളിയല്ലാഹു അൻഹയുടെ വയസ്സ് എത്രയായിരുന്നു? ഓപ്ഷൻസ് 63, 64, 65. 63 എത്ര? 63. 63ഓ? 65. ഏതാ? കൃത്യമായിട്ടൊരു ഉത്തരം പറയൂ. 65. 65 ഉറപ്പിച്ചോ? 65 ശരിയായ ഉത്തരാണ്. കൺഗ്രാറ്റുലേഷൻസ്. അടുത്ത റൗണ്ടിലേക്ക് പോവാം. അടുത്ത റൗണ്ട് ചോയ്സ് റൗണ്ട് ആണ്. 3 ചോയ്സുകളാണ് ഉള്ളത്. നബി ചരിത്രം, ഇസ്ലാമിക ചരിത്രം, ഖുർആൻ. ഇതിലേതാ വേണ്ടേ? നബി ചരിത്രം. അൽ ബഖറ സൂറത്തിൽ 11 പ്രാവശ്യം പറയപ്പെട്ട പ്രവാചകൻ ആരാണ്?
ഓപ്ഷൻസ് ഉണ്ടോ? ഓപ്ഷൻസ് ഉണ്ട്. ആദം നബി അലൈഹിസ്സലാം, മൂസ നബി അലൈഹിസ്സലാം, ഈസാ നബി അലൈഹിസ്സലാം. ഒരു കൂടി പറയാം ക്വസ്റ്റ്യന്. ക്വസ്റ്റ്യൻ ആണോ? ആ അൽ ബഖറ സൂറത്തിൽ 11 പ്രാവശ്യം പറയപ്പെട്ട പ്രവാചകൻ ആരാണ്? ഓപ്ഷൻസ് ഓപ്ഷൻസ് ആദം നബി അലൈഹിസ്സലാം, മൂസ നബി അലൈഹിസ്സലാം, ഈസാ നബി അലൈഹിസ്സലാം. ഒരു മിനിറ്റ് പറയാം. ആ, പെട്ടെന്ന് ഉത്തരം പറയണേ. ഓപ്ഷൻസ് ഒരൊറ്റം കൂടി. ഓപ്ഷൻസ് ആദം നബി അലൈഹിസ്സലാം, മൂസ നബി അലൈഹിസ്സലാം, ഈസാ നബി അലൈഹിസ്സലാം. മൂസ നബി അലൈഹിസ്സലാം ആണോ? മൂസ നബി അലൈഹിസ്സലാം ശരിയായ ഉത്തരാണ്. കൺഗ്രാറ്റുലേഷൻസ്. ലൈബ വെഡിങ് സെന്റർ സ്പോൺസർ ചെയ്തിട്ടുള്ള ഒരു ഗിഫ്റ്റ് വൗച്ചർ സമ്മാനമായിട്ട് ലഭിച്ചിട്ടുണ്ട്. ആ അടുത്ത റൗണ്ടിലേക്ക് പോവാം. ആ ഉമ്മുൽ മുഅ്മിനീൻ ഉമ്മു സലം റളിയല്ലാഹു അൻഹുവിന്റെ മാതാവ് ആരാണ്? ഓപ്ഷൻസ് ഉണ്ടോ? ഉമ്മു സലം എന്നതില് സലമ. ഹലോ. ഓപ്ഷൻസ് ഇല്ല. ഞാൻ ക്വസ്റ്റ്യൻ ഒന്നുകൂടി പറയാം. ആ ഉമ്മുൽ മുഅ്മിനീൻ ഉമ്മു സലമ റളിയല്ലാഹു അൻഹയുടെ മാതാവിന്റെ പേര്. ഓപ്ഷൻസ് ഇല്ല അല്ലേ? ഇല്ല, ഓപ്ഷൻസ് ഇല്ല. അത് മൂന്നാമത്തെ റൗണ്ട് അല്ലേ? കൂടി ക്വസ്റ്റ്യൻ പറയാം. ക്വസ്റ്റ്യൻ ഉമ്മുൽ മുഅ്മിനീൻ ഉമ്മു സലമ റളിയല്ലാഹു അൻഹുവിന്റെ മാതാവിന്റെ പേര്. ഇല്ല. അറിയില്ല. ഇല്ല. ഉത്തരം ഇതാണ് സുമയ്യ ബിൻത്ത് ഖയ്യാത്ത്. ആ സാരല്ല, ഇനി വിളിക്കണം കേട്ടോ. ആ അസ്സലാമു അലൈക്കും. വിളിക്കാം. ഹലോ. പറയൂ. അസ്സലാമു അലൈക്കും. വലൈക്കും സ്സലാം. ലൈബ വെഡിങ് സെന്റർ റംസാൻ ടെലിവിഷനിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? നൗഷാദ്. നൗഷാദ് എവിടുന്നാ വിളിക്കുന്നേ? ഞാൻ പന്നിക്കോട്ടുമുണ്ട. പന്നിക്കോട്ടുമുണ്ട. ഇക്ക എന്താ ചെയ്യുന്നേ? ഞാൻ ഡ്രൈവറാണ്. ഡ്രൈവറാണ്. എവിടെ? ഞാൻ ഇവിടെ തന്നെ ഉണ്ട്, നാട്ടിൽ കൂടെ. എന്ത് ഡ്രൈവറാ? ഓട്ടോ ഡ്രൈവറാണോ അതോ ബസ് ഡ്രൈവറാണോ? ടാക്സി ഓടുന്നതാണ്. ടാക്സി ഓടുകയാണ്. ഇക്ക വീട്ടിൽ ആരൊക്കെയുള്ളേ? വീട്ടില് ഭാര്യ ഉണ്ട്, കുട്ടികളുണ്ട്. ആ, കുട്ടികളൊക്കെ ചെറിയ കുട്ടികളാ? ആ ഇക്ക നമ്മളെ പരിപാടിയൊക്കെ കാണാറുണ്ടോ? കാണാറുണ്ട്. പങ്കെടുത്തിട്ടുണ്ടോ അതിനു മുന്നേ? ഇല്ല, പങ്കെടുത്തിട്ടില്ല. ആദ്യമായിട്ടാണ്. ഇക്ക എന്നാ ഞാൻ ആദ്യത്തെ ചോദ്യം ചോദിച്ചോട്ടെ? ചോദിച്ചോളൂ. ചോദ്യം ഇതാണ്. സൂറത്തുൽ ഇൻഫിക്കാഖ് എന്നറിയപ്പെടുന്ന സൂറത്ത് ഏത്? ഓപ്ഷൻസ് ഉണ്ട്. സൂറത്തുൽ തൗബ, സൂറത്തുൽ ബയ്യിന. രണ്ട് ഓപ്ഷൻ. അതെ. എന്തൊക്കെ കേട്ടില്ല? സൂറത്ത് തൗബ തെറ്റിപ്പോയി. സൂറത്തുൽ ബയ്യിന എന്നായിരുന്നു ശരിയായ ഉത്തരം. വെരി ഗുഡ്. സാരല്ലൊക്കെ ഇനിയും വിളിക്കുക. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. വാലൈക്കും സലാം. ലൈബ വെഡിങ് സെന്റർ റംസാൻ ടെലിവിഷനിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? ഞാൻ റന. റന എവിടുന്നാ വിളിക്കുന്നത്? ഞാന് മൈസൂരിന്നാ വിളിക്കുന്നത്. മൈസൂരിന്നോ? ആ. റനയുടെ നാട് ഇവിടെ എവിടെയാണോ? ആ അവിടെ. എവിടെയാ? അവിടെ കരുവാരുണ്ടാണ്. കരുവാരുണ്ടാണ്. മൈസൂർ എന്താ വിരുന്ന് പോയതാ? ആ, എന്റെ ഉപ്പാന്റെ വീട് ഇവിടെയാണ്. ആ, ഉപ്പാന്റെ വീട് കരുവാരുണ്ടാണ്. ആ, അങ്ങനെ. റനക്കുട്ടി എത്രാം ക്ലാസ്സിലാ പഠിക്കണേ? ഞാൻ 9ാം ക്ലാസ്സില്. 9ാം ക്ലാസ്സിലാണ്. അവിടെ മൈസൂർ ഏത് സ്കൂളിലാ? ഇവിടെ
ഇവിടുത്തെ ആ സ്കൂളിലാണ്. എന്നാ അങ്ങോട്ട് വരുന്നേ? എന്നാ കരുവാരുണ്ടോട്ട് വരുന്നേ? ഞങ്ങള് ലീവില് ചിലപ്പോ വെക്കേഷനൊക്കെ ആയില്ലേ? അവിടെ വെക്കേഷൻ ആയോ? ആ ആയി. പെരുന്നാളൊക്കെ ആവുമ്പത്തിന് വരുവാവും അല്ലേ? ആ വീട്ടിലാരൊക്കെയുള്ളേ? അനിയന്മാരോ താത്തമാരൊക്കെ ഉണ്ടോ? വീട്ടിലൊരു ഏട്ടച്ചുണ്ട്. ആ ഏട്ടത്തി എന്താ ചെയ്യുന്നേ? അവന് +2 കഴിഞ്ഞു. +2 കഴിഞ്ഞു. പിന്നെ വേറെ ആരെങ്കിലും ഉണ്ടോ? ഉമ്മ ഉണ്ട്. ഉമ്മ ഉണ്ട്. ഉമ്മാന്റെ പേരെന്താ? ഉമ്മാന്റെ പേര് അഫ്സ. അഫ്സ. ആ ഉപ്പ എന്താ ചെയ്യുന്നേ? എന്താ വർക്ക് ചെയ്യുന്നേ? ഉപ്പ ഇവിടെ വർക്കാണ് മൈസൂരില്. മൈസൂരില് എന്ത് വർക്കാ? ഇവിടെ ചിക്കൻ ഷോപ്പില്. ആ ചിക്കൻ ഷോപ്പിലാണ്. മോളെ നമ്മള് പരിപാടിയൊക്കെ കാണാറുണ്ടോ? ആ ഇതിനു മുന്നേ പങ്കെടുത്തിട്ടുണ്ടോ നാട്ടിൽ വന്നപ്പോഴേക്കും എപ്പോഴേലും? ആ ആ ആണോ? ആ എടുത്തിട്ടുണ്ട്. എന്നാ ഞാൻ ആദ്യത്തെ ചോദ്യം ചോദിച്ചോട്ടെ? ആ ഉത്തരം പറഞ്ഞുതരാൻ താത്ത ആരെങ്കിലും ഉണ്ടോ അടുത്ത്? ഉത്തരം ഉമ്മ ഉണ്ട് ഇവിടെ. ഉമ്മ ഉണ്ട്. ആ എന്നാ ഞാൻ ചോദ്യം ചോദിക്കാട്ടോ? ആ ചോദ്യം ഇതാണ്: ഖുർആനിൽ എത്ര മദനീ സൂറത്തുകളുണ്ട്? ഓപ്ഷൻസ് ഉണ്ടോ? ഓപ്ഷൻസ് ഉണ്ട്. 27, 28. ഖുറാനിൽ മദനി സൂറത്ത്. മദനീ സൂറത്തുകൾ എത്ര? ഓപ്ഷൻസ് ഓപ്ഷൻസ് 27, 28. ആ 27 ആണോ? 27 ഉത്തരം തെറ്റിപ്പോയി മോളെ. ശരിയായ ഉത്തരം 28 എന്നായിരുന്നു. സാരല്ല, ഇനിയും വിളിക്കണം കേട്ടോ. ആ അസ്സലാമു അലൈക്കും. വിശ്വസിക്കുകയും സൽപ്രവൃത്തികളിൽ ഏർപ്പെടുകയും ചെയ്തവരാവട്ടെ താഴ്ഭാഗത്തു കൂടി അരുവികൾ ഒഴുകുന്ന സ്വർഗത്തോട്ടങ്ങളിൽ നാം അവരെ പ്രവേശിപ്പിക്കുന്നതാണ്. അവരതിൽ നിത്യവാസികളായിരിക്കും. അവർക്കവിടെ പരിശുദ്ധമായ ഇണകളുണ്ടായിരിക്കും. സ്ഥിരവും ഇടതൂർന്നതുമായ തണലിൽ അള്ളാഹു പ്രവേശിപ്പിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മെയും ഉൾപ്പെടുത്തട്ടെ. ആമീൻ എന്ന പ്രാർത്ഥനയോടെ ഇന്നത്തെ ലൈബ വെഡിങ് സെന്റർ റംസാൻ ടെലിക്വിസ് ഇവിടെ പൂർണ്ണമാകുന്നു. ഇൻഷാ അല്ലാഹ് നാളെ രാത്രി വീണ്ടും കാണാം. മഅസ്സലാമ. ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലൈബ വെഡിംഗ് സെന്റർ, പൂക്കോട്ടുംപാടം, വണ്ടൂർ, കരുവാരുകുണ്ട്. മെഹ്റാൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഫാത്തിമ ബസാർ, കരുവാരുകുണ്ട് റോഡ്, കാളികാവ്. എനിക്ക് ചെയ്യാനായിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താന്ന് വെച്ചാൽ എനിക്ക് ഒരേ ഒരു ഉത്തരവേ ഉള്ളൂ: ഇഷ്ടംപോലെ ഡ്രസ്സ് പർച്ചേസ് ചെയ്യാം. അതെ, നിങ്ങളെ പോലെ തന്നെ കഴിഞ്ഞ 5 വർഷക്കാലമായിട്ട് എന്റെ ഡ്രസ് പർച്ചേസിങ്ങിന് ഒരേ ഒരു ചോയ്സേ ഉള്ളൂ: നമ്മുടെ സ്വന്തം ലൈബ വെഡിംഗ് സെന്റർ. ലൈബ വെഡിംഗ് സെന്റർ, പൂക്കോട്ടുംപാടം, വണ്ടൂർ, കരുവാരുകുണ്ട്. നിങ്ങളുടെ കനകസ്വപ്നങ്ങൾക്ക് നിറച്ചാർത്ത് പകരാൻ ലോകോത്തര നിലവാരമുള്ള നൂതന ഡിസൈനിലും ക്വാളിറ്റിയിലുമുള്ള ആഭരണങ്ങളുമായി മെഹ്റാൻ ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഷോറൂം ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ പാർട്ടികൾക്ക് മാത്രമായി ആഭരണങ്ങളുടെ ലേറ്റസ്റ്റ് കളക്ഷനുകൾ, ബഡ്ജറ്റിലൊതുങ്ങിയ നെക്ലസുകളുടെ കമനീയ ശേഖരം, പാരമ്പര്യ തനിമയാർന്ന ആന്റിക് ആഭരണങ്ങൾ, പുത്തൻ ട്രെൻഡുകളുമായി ലൈറ്റ് വെയ്റ്റ് ഡയമണ്ട് കളക്ഷൻ, സ്വർണത്തിന്റെ പരിശുദ്ധി അളക്കാൻ അതിനൂതന ടെക്നോളജി, ജർമ്മൻ നിർമ്മിത കാരറ്റ് അനലൈസർ, വെള്ളി ആഭരണങ്ങളുടെ കമനീയ കളക്ഷൻ, കുറഞ്ഞ പണിക്കൂലിയുമായി നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹിച്ചതെല്ലാം ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു. എല്ലാ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കൂ. കാളികാവിലെ ഏറ്റവും വലിയ ഷോറൂമായ മെഹ്റാൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനൊപ്പം. മെഹ്റാൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഫാത്തിമ ബസാർ, കരുവാരുകുണ്ട് റോഡ്, കാളികാവ്.